ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രണ്ടാം ക്ലാസ്സിലെ ഇന്നത്തെ മാത്സ് ക്ലാസ്സിലേക്ക് ഗണിത ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഗണിത ക്ലാസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ? നമ്മൾ അഞ്ചാമത്തെ ചാപ്റ്റർ ജംഗിൾ ഔർ ഹോം, കാട് ഞങ്ങളുടെ വീട് എന്ന് പറയുന്ന പാഠഭാഗമാണ്. പുതിയ പാഠമാണ് എടുത്തത്. അതിന് ഒന്നാമത്തെ പാർട്ടാണ്, ഒന്നാമത്തെ ഭാഗമാണെന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, നിങ്ങൾ ഈ ഓൺലൈൻ ക്ലാസ് കാണുക. ഈ ക്ലാസ്സിൽ കാട് ഞങ്ങളുടെ വീട് എന്ന് പറയുന്ന പാഠഭാഗത്തിന്റെ പ്രവർത്തനം തുടങ്ങിയാണ്. ടീച്ചർ കാട് നശിപ്പിക്കാൻ വന്ന ആളുകളെ തുരത്തുന്നതിന് വേണ്ടി, തടയുന്നതിന് വേണ്ടി സിംഹരാജൻ വിളിച്ച മീറ്റിംഗിൽ പങ്കെടുത്തവരും അതിൽ നിന്ന് തെരഞ്ഞെടുത്തവരും ഒക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. മൈനസ് സബ്ട്രാക്ഷനുമായി ബന്ധപ്പെട്ട പ്രവർത്തനമാണ് കാര്യമായിട്ടുള്ളത്. ഓക്കെ, ഇന്ന് നമുക്ക് എടുത്ത പാഠഭാഗം അതിന്റെ പ്രവർത്തനം എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇതാണ് കാട് ഞങ്ങളുടെ വീട് എന്ന് പറയുന്ന ഇതാണ് പാഠഭാഗം. താഴേക്ക് വന്നാൽ നോക്കൂ, കാട്ടില് കുറെ മൃഗങ്ങൾ മീറ്റിംഗ് ചേരുന്ന ഒരു പിക്ചറാണ് ഈ കാണുന്നത്. സർക്കസുകാരും വനം കൊള്ളക്കാരും വനാതിർത്തിയിലെത്തി. മൃഗങ്ങളെല്ലാം പേടിച്ചു വിറച്ചു. സിംഹരാജൻ കാട്ടിലുള്ളവരെയെല്ലാം വിളിച്ചു വരുത്തി. ആക്രമിക്കാൻ വരുന്നവരെ തടയണം. ഒരാൾ പോലും കാട്ടിൽ കയറാതെ നോക്കണം. ശരിയാണ്, എല്ലാവരും സമ്മതിച്ചു. നമ്മളിൽ കുറച്ചു പേർ കാവൽക്കാരായി നിൽക്കണം, സിംഹരാജൻ പറഞ്ഞു. പറക്കുന്നവരും കാവൽക്കാരായി വേണം, ആനമൂപ്പൻ ഓർമ്മിപ്പിച്ചു. ആരാണ് കാവൽക്കാരാകുന്നവരുടെ കണക്കെടുക്കുക? സിംഹരാജൻ ചോദിച്ചു. കണക്കെടുപ്പ്. സിംഹരാജൻ കുരങ്ങച്ചാർ കണക്കെടുത്തു. കുരങ്ങച്ചാരെയാണ് കണക്കെടുക്കാൻ ചുമതലപ്പെടുത്തിയത്. കാവൽക്കാരാവാൻ തയ്യാറായവരുടെ എണ്ണം നോക്കൂ. സിംഹം 30, പുലി 26, കടുവ 25, ആന 42, കഴുകൻ 52, പരുന്ത് 41. ഇത്രയും ആളുകളാണ് തയ്യാറായി വന്നത്. ഈ നോക്കൂ, ഇവരെ എണ്ണം കുറഞ്ഞതിൽ നിന്നും കൂടിയതിലേക്ക് ക്രമമായി എഴുതി നോക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇവിടെ 1, 2, 3, 4, 5, 6 തരം ജീവികള് അവർ വന്ന് തയ്യാറായവരുടെ എണ്ണമാണ് ഈ കാണുന്നത്. ഈ എണ്ണത്തെ നിങ്ങൾ എണ്ണം ഏറ്റവും കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്ക് ക്രമമായി ഈ കല്ലിയിൽ എഴുതാം. ആദ്യം കാവൽക്കാരാകാൻ തയ്യാറായവരുടെ പേര് എഴുതണം. ഏറ്റവും കുറഞ്ഞത് ആരാതില് നമുക്കറിയാം 25 അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതല്ലേ? ഈ സംഖ്യയിൽ ഏറ്റവും കുറഞ്ഞ 25 അല്ലേ? അപ്പൊ 25 എന്ത് ചെയ്യാം? നമുക്ക് അതിന് നേരെയുള്ളത് കടുവ. പിന്നെ അതിന്റെ എണ്ണം ഇവിടെ 25 എഴുതാം. ഇനി അതിന് നേരെ കൂടിയത് ഏറ്റവും കുറഞ്ഞ നമ്മൾ എടുത്തു. ഇനി തൊട്ട് മേലെ അങ്ങനെ പോയിട്ട് അവസാനം ഏറ്റവും വലുതായിരിക്കും അല്ലെ? അപ്പൊ നിങ്ങൾ അതൊന്ന് എഴുതി നോക്കൂ. ഒന്ന് എഴുതി നോക്കട്ടോ. ആദ്യത്തെ ഒരു പ്രവർത്തനം അതായത് തന്നിരുന്നത് ഈ ജീവികളെ ഏറ്റവും കുറഞ്ഞതിൽ നിന്ന് കൂടിയതിൽ ക്രമമായി ഒന്ന് എഴുതി നോക്കുക. ഓക്കെ, ഇങ്ങനെയായിട്ട് എഴുതിയിട്ടുണ്ടാകുക. കാവൽക്കാരൻ തയ്യാറ് കടുവ 25 അല്ലെ? ഏറ്റവും കുറവ് 25 അല്ലേ കടുവ? പിന്നെ പുലി 26, 25 തൊട്ട് മേലുള്ളതാ 26 അല്ലെ? പുലി 26. പിന്നെ സിംഹം 30. നോക്കൂ, സിംഹം 30, 26 കഴിഞ്ഞാൽ 30 ഏറ്റവും വലുത് അല്ലെ? പിന്നെ പരുന്തത്തെ 41, 30 കഴിഞ്ഞാൽ 41. പിന്നെ ആന 42. നോക്കൂ, 42 ആന. പിന്നെ കഴുകനാണ് 52 ആണ് ഇതിൽ ഏറ്റവും വലുത്. അപ്പൊ നോക്കൂ, ചെറുതിൽ നിന്ന് വലുതിലേക്ക് ക്രമത്തിൽ നമ്മൾ 25, 26, 30, 41, 42, 52. ആദ്യം നിങ്ങൾ സംഖ്യ എഴുതിയതിനു ശേഷം അതിന് നേരെ മേലെ ജീവികളുടെ പേര് എഴുതാം കേട്ടോ. അങ്ങനെ എഴുതുന്നതിനും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇത് നമുക്ക് ആ പ്രവർത്തനത്തിന് ഇംഗ്ലീഷ് നോക്കണ്ടേ? ജംഗിൾ ഔർ ഹോം, ഇതാണ് ഇംഗ്ലീഷ് കേട്ടോ. താഴെ നോക്കൂ, ട്രാപ്പേഴ്സ് ആൻഡ് ഹണ്ടേഴ്സ് അറ്റ് ദി ഫോറസ്റ്റ് എഡ്ജ്. ഫോറസ്റ്റിന്റെ വക്കിലെത്തിയിട്ടുണ്ട് അവര്, ട്രാപ്പേഴ്സും ഹണ്ടേഴ്സും. ദ ആനിമൽസ് വേർ ഫ്രൈറ്റൻഡ്. ആനിമൽസ് ആകെ ഭയചകിര പേടിച്ചു പോയി. കിങ് ലയൺ കോൾഡ് എ മീറ്റിംഗ്. കിങ് ലയൺ രാജാവ് എന്ത് ചെയ്തു? ഒരു മീറ്റിംഗ് വിളിച്ചു. വി മസ്റ്റ് സ്റ്റോപ്പ് ദി എനിമീസ്. തീർച്ചയായിട്ടും നമുക്ക് ശത്രുക്കൾ എന്ത് ചെയ്യണം? തടയണം. നൺ ഷുഡ് എൻ്റർ ദി ഫോറസ്റ്റ്. ആരും കാട്ടിലേക്ക് പ്രവേശിക്കരുത്. അവരെ നശിപ്പിക്കാൻ വേണ്ടി കാട്ടിലേക്ക് ആരും കടത്തി വിടരുത് തീരുമാനിച്ചു. റൈറ്റ്, എവ്രി വൺ അഗ്രീഡ്. ശരിയാണ്, എല്ലാവരും സമ്മതിച്ചു. സം ഓഫ് us must keep watch, said the king. ആരാണ് അത് അവരെ തടയാൻ, അത് കീപ്പ് ചെയ്യാൻ, അത് അവരെ തടയാൻ ആരാണ് തയ്യാറാവുക? Some winged ones to as guards. പറക്കുന്നവര്, വിങ്ഡ് വൺസ്, പറക്കുന്നവര് കുറച്ച് വേണം ഗാർഡ് ചെയ്യാൻ എന്ന് പറഞ്ഞു. ആഡഡ് ദി ഓൾഡ് എലഫന്റ്. അങ്ങനെ പറഞ്ഞു, പറക്കുന്ന ആളുകളും നമ്മുടെ കൂട്ടത്തിൽ ഗാർഡിന് വേണമെന്ന് പറഞ്ഞു. Who will make a list of guards? എങ്ങനെയാണ് ആരാണ് ഈ ഗാർഡ്സിന്റെ ലിസ്റ്റ് ഒന്ന് തയ്യാറാക്കുക? ആസ്ക്ഡ് ദ കിങ്. കിങ് ചോദിച്ചു. അപ്പൊ എന്തായാലും ലിസ്റ്റിംഗ് ഗാർഡ്സ്. എന്നിട്ട്
They asked the monkey to make a list. Monkey അവർ ലിസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഏൽപ്പിച്ചു. See how many came forward. നോക്കൂ, lions 30, leopards 26, tigers 25, elephants 42, vultures 52 and eagles 41. ഇതാണ് തയ്യാറായി വന്ന ഗാർഡ് ചെയ്യാൻ തയ്യാറായി വന്നവർ. എന്നിട്ട് പറയുന്നത് റൈറ്റ് ഇൻ ഓർഡർ ഫ്രം ദി ലീസ്റ്റ് ടു മോസ്റ്റിലേക്ക് ഇവയെ എഴുതാൻ പറ്റും. ഏറ്റവും കുറഞ്ഞതിൽ നിന്ന് മോസ്റ്റ് ഏറ്റവും കൂടുതലിലേക്ക് എഴുതാൻ പറ്റും. അത് നിങ്ങൾ മലയാളത്തിൽ എഴുതി കണ്ടു. ഇംഗ്ലീഷിൽ നമുക്ക് എങ്ങനെ എഴുതും നോക്കാം. ഓക്കെ, ഇതാണ് ഇംഗ്ലീഷ് അല്ലെ. അതായത് ടൈഗേഴ്സ് 25, മലയാളത്തിന് അതേമാതിരി ലെപ്പേർഡ് 26 അല്ലെ, ലയൺസ് 30, ഓക്കെ, ഈഗിൾസ് എത്രയാണ് 41, എലഫന്റ്സ് 42, vultures 52. അപ്പോൾ 25, 26, 30, 41, 42 ആൻഡ് 52. ക്ലിയർ അല്ലേ? അപ്പോൾ നിങ്ങൾ ഈ വർക്ക് ചെയ്ത് ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. ഇതൊരു വർക്കാണ്. ഇനി നമുക്ക് ഇന്ന് എഴുത്തിന്റെ ബാക്കി കൂടി നമുക്ക് നോക്കാം. ബാക്കി താഴേക്ക് വന്നാൽ തെരഞ്ഞെടുക്കപ്പെട്ടവർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. കാവൽക്കാരാകാൻ പറ്റിയവരെ സിംഹരാജൻ തെരഞ്ഞെടുത്തു. അവരുടെ എണ്ണം നോക്കൂ. നേരത്തെ തന്ന ഈ ലിസ്റ്റിൽ നിന്നാണ് ഇവിടെ തെരഞ്ഞെടുക്കുന്നത് കേട്ടോ. സിംഹം 18 പേരെ തെരഞ്ഞെടുത്തു, പുലികള് 17 പേരെ തെരഞ്ഞെടുത്തു, കടുവ 16 പേരെ തെരഞ്ഞെടുത്തു, ആന 34 പേരെ തെരഞ്ഞെടുത്തു, കഴുകൻ 33 പേരെ തെരഞ്ഞെടുത്തു, പരുന്ത് 32 പേരെ തെരഞ്ഞെടുത്തു. ആദ്യം നമുക്ക് ഇവിടെ തയ്യാറായി വന്നവരുടെ ലിസ്റ്റ് ഉണ്ട്. സിംഹം 30 ആയിരുന്നു, പക്ഷെ തെരഞ്ഞെടുത്ത എത്രയാണ്? 18 പേരെയാണ്. അത് ഓർമ്മ വേണം കേട്ടോ. അങ്ങനെ ഓരോരുത്തരെയും നിങ്ങൾ ഓർമ്മ വേണം. എന്നിട്ട് നോക്കൂ, ആകെയുള്ള 26 പുലികളിൽ 17 പേർ കാവൽക്കാരായി. നോക്കൂ, 17 പുലികളെ തെരഞ്ഞെടുത്ത് ആദ്യത്തെ ലിസ്റ്റ് വന്നത് 26 പുലികളെ ലിസ്റ്റ് വന്നിരുന്നു. പക്ഷെ എത്ര പേരെ തെരഞ്ഞെടുത്തത്? 17 പേരെ. ഇനി പറയാണ് 17 പേർ കാവൽക്കാരായി. ബാക്കിയുള്ളവർ എത്ര? എങ്ങനെ കണ്ടെത്തും? 26 പുലികളിൽ നിന്നും 17 പേർ കാവൽക്കാരായി വന്നു. അപ്പൊ എത്ര പേര് ഒഴിവാക്കിയിട്ടുണ്ടെന്നാ നോക്കേണ്ടത്. എത്ര പേര് ഒഴിവാക്കിയിട്ടുണ്ട്, ബാക്കിയുള്ളവർ എത്രയാണെന്ന് കണ്ടെത്താം. എങ്ങനെ കണ്ടെത്തും? 26 നിന്ന് 17 കുറക്കണം. അത് നേരത്തെ ടീച്ചർ പറഞ്ഞിരുന്നു അല്ലെ. അതിനെന്ത് ചെയ്യണം? 26 ആദ്യം 10 കുറക്കണം. 17 ഒരു 10 ഒരു 7 ഉള്ളത്. അതിൽ ഈ 10 എന്ത് ചെയ്യുന്നു? കുറക്കുന്നു. പിന്നെ 7 കുറക്കുന്നു. മനസ്സിലായല്ലേ പറഞ്ഞല്ലേ? 26 നിന്ന് ഈ ഒരു 10ഉം ഈ 7 17 കുറക്കേണ്ടത്. ആദ്യം 26 നിന്ന് 10 കുറയ്ക്കുക. പിന്നെ ആ സംഖ്യയിൽ നിന്ന്, അതായത് 26 നിന്ന് 10 കുറച്ച് കിട്ടുന്നൊരു സംഖ്യയല്ലേ, ആ സംഖ്യയിൽ നിന്ന് എന്ത് ചെയ്യണം? 7 നമ്മൾ കുറക്കുന്നു. അപ്പൊ 26 10 കുറച്ചപ്പോൾ എത്ര കിട്ടിയത്? 16 ക്ലിയർ ആണല്ലോ അല്ലെ? 26 10 കുറച്ചാൽ 16. നമുക്ക് ഇവിടെ ഇതാവും കേട്ടോ. ഇനി ആ 16 നിന്ന് ഈ 16 എത്ര കുറക്കണം? ഇപ്പൊ 10 കുറച്ചിട്ടുള്ളൂ, 7 കൂടി കുറക്കണം അല്ലേ? അതാണ് ഈ 16 മൈനസ് 7 എന്ന് കാണുന്നത്. 16 7 കൂടി കുറച്ചു. അപ്പൊ എത്ര കിട്ടും? 9. 16 മാങ്ങ എടുത്ത് വെച്ച് അതിൽ 7 മാങ്ങയുടെ ഒഴിവാക്കിയാൽ എത്ര ഉണ്ടാവും? ബാക്കി 9 മാങ്ങ ഉണ്ടാവും. അതാണ് 16 7 കുറച്ചാൽ 9 എന്ന് പറഞ്ഞു. അതായത് 26 അങ്ങനെ ആകുമ്പം 26 മൈനസ് 17, അതിന്റെ ഉദ്ദേശം എന്താ? എത്രയാണ് ഉത്തരം കിട്ടുക? 9 എന്നായി ഉത്തരം കിട്ടുക. ബാക്കിയുള്ള പ്രതികളുടെ എണ്ണം 9. ഇത് കുറക്കുന്ന, എടുത്തു മാറ്റുന്ന ഒരു രീതിയാണ് ടീച്ചർ എന്ന് പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ വേറൊരു രീതിയും ടീച്ചർ പറഞ്ഞിരുന്നു. എന്ത് ചെയ്യണം? 26 നിന്നും 10 കുറക്കുന്ന രീതി പറഞ്ഞിരുന്നു. പിന്നെ 16 നിന്ന് 7 കുറക്കുന്ന രീതി പറഞ്ഞിരുന്നു. പിന്നെ വേറൊരു രീതി പറഞ്ഞിരുന്നു. 26 നിന്ന് ആദ്യം 16 കുറക്കുക എന്ന് പറഞ്ഞിരുന്നു. പിന്നെ ആ രീതി ഓർമ്മ ഉണ്ടല്ലോ. ആ ടീച്ചർ അടുത്ത ക്ലാസ്സിൽ നമ്മൾ കൂടുതലായിട്ട് പറഞ്ഞുതരും. അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് പഠിച്ചാൽ മതി. ഇപ്പൊ നിങ്ങളൊന്ന് വെറുതെ വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഭാഗം ഇതിന് മലയാളമാണ്, ഇംഗ്ലീഷ് ഉണ്ടാകും. ഇംഗ്ലീഷ് സെലക്ഷൻ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത് കിങ് ലയൺ സെലക്ടഡ് ദ ഗോഡ്സ്. സി ഹൗ മെനി ഓഫ് ഈച്ച്. ലയൺ 18, leopard 17, tiger 16, elephant 34, vulture 33 and eagle 32. എന്നിട്ട് പറയുന്നുണ്ട് എങ്ങനെ? ഫ്രം 26 leopards 17 were selected. 26 leopard 17 പേര് തെരഞ്ഞെടുത്തു. How many were left out? എത്ര ആള് പുറത്തായിട്ടുണ്ട്? How do we find out? എങ്ങനെ കണ്ടെത്തും? Subtract 70 from 26. 26 നിന്ന് നമ്മൾ എത്ര ചെയ്യണം? 70 സബ്ട്രാക്ട് ചെയ്യണം, കുറക്കണം. First subtract 10 from 26. ആദ്യം 26 നിന്നും 10 മൈനസ് ചെയ്യുക. ആൻഡ് ദെൻ 7 പിന്നെ 7. അങ്ങനെ 10 സബ്ട്രാക്ട് ഫ്രം 26 എത്രയാണ്? 16. അത് ഇവിടെ ചെയ്യണം. പിന്നെ 7 സബ്ട്രാക്റ്റഡ് ഫ്രം 16 എത്രയാണ്? 16 നിന്ന് 7 കുറച്ചാൽ 9. ദിസ് ഈസ് 26 മൈനസ് 17 ഈസ് ഈക്വൽ ടു 9 എന്ന് ഉത്തരം കിട്ടും. അപ്പൊ ഇതിനെ കുറിച്ച് നമ്മൾ കൂടുതൽ വിശദമായിട്ട് പഠിക്കും. ഇപ്പോൾ നമ്മൾ എടുത്തു മാറ്റുന്ന രീതി, അതുപോലെ തന്നെ ചെറുതിൽ നിന്ന് വലുതേക്ക് രീതി മാത്രമാണ് പഠിച്ചത്. കൂട്ടുകാരെ, ഇന്ന് കാട് ഞങ്ങളുടെ വീട് എന്ന് പറയുന്ന ഈ പാഠഭാഗത്തിന്റെ ഒന്നാമത്തെ വർക്ക് മാത്രമാണ് നമ്മൾ ചെയ്തത്. ഇനിയും തുടർന്ന് ഈ ജംഗിൾ അവർ ഹോം എന്ന് പറയുന്ന
പാഠഭാഗത്തിന്റെ ധാരാളം വർക്കുകൾ നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. അതിനായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കൂട്ടുകാർക്ക് വേണ്ടി ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോക്ക് താഴെ എഴുതുകയും വേണം. ഓക്കെ, തുടർ ഭാഗങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.